ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം 29 ഞായർ, സാധാരണകാലം 29 ഞായർ. പുറപ്പാടിൻ്റെ പുസ്തകം 17 അധ്യായം 8 മുതൽ 13 വരെ തിരുവചനങ്ങൾ. റഫീദിമിൽ വെച്ച് അമലേഖ്യർ ഇസ്രായേൽക്കാരോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശെ യോശുവയോട് പറഞ്ഞു, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമലേഖ്യരുമായി യുദ്ധം ചെയ്യുക. ഞാൻ നാളെ മലമുകളിൽ ദൈവത്തിൻ്റെ വടിയിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും. മോശെ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമലേഖ്യരുടെ പൊരുതി. മോശയും അഹ്റോനും ഹൂറും മലമുകളിൽ കയറി. മോശെ കൈകൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ ജയിച്ചു കൊണ്ടിരുന്നു. കൈകൾ താഴ്ത്തിയിരിക്കുമ്പോഴെല്ലാം അമലേഖ്യർക്കായിരുന്നു വിജയം. എന്നാൽ മോശയുടെ കൈകൾ കുഴഞ്ഞപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. അവൻ അതിന്മേൽ ഇരുന്നു. അഹ്റോനും ഹൂറും ഒരാൾ ഇപ്പുറത്തും മറ്റേ അപ്പുറത്തും നിന്ന് അവൻ്റെ കൈകൾ താങ്ങിപ്പിടിച്ചു. അങ്ങനെ അവൻ്റെ കൈകൾ സൂര്യാസ്തമയം വരെ ഉറച്ചു നിന്നു. യോശുവ അമലേക്കിനെയും അവൻ്റെ ജനത്തെയും വാളിൻ്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. അമലേക്ക് സീനായ് പെനിൻസുല, ഉപദ്വീപ് എന്ന് പറയുന്ന ആ സ്ഥലത്തെ നാടോടികളായിരുന്നു ഈ അമലേക്കര്. ഉൽപ്പത്തി 14:7, സംഖ്യയുടെ പുസ്തകം 13:29 അവരെക്കുറിച്ച് വീണ്ടും റെഫറൻസുകളുണ്ട്. ഇസ്രായേൽ ജനത്തിന് അവർ താമസിച്ചിരുന്ന ഇടങ്ങളിലൂടെ, ഈ അമലേക്ക് താമസിച്ച ഇടങ്ങളിൽ യാത്ര ചെയ്യണമായിരുന്നു. വെള്ളവും ഭക്ഷണവും മാത്രമായിരുന്നു ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിരുന്നത്. എന്നാൽ അമലേക്കര് പിന്നിൽ നിന്ന് ആക്രമണം അഴിച്ചുവിട്ടു. നിയമാവർത്തന പുസ്തകം 25:17-19 കാണാം. അവരുടെ നാട്ടിലൊന്നും കടന്നു പോകണം പറഞ്ഞു, വെള്ളവും ഭക്ഷണവും വേണമെന്നും പറഞ്ഞു. അതിന് പകരം അമലേക്കര് ഇസ്രായേൽക്കാരെ പിന്നിൽ നിന്ന് ആക്രമിച്ചു. നമ്മുടെ ഈ ഹമാസ് ഇസ്രായേലിനെ പോയി ആക്രമിച്ചില്ലേ? അതാരും പറഞ്ഞില്ല. ഇസ്രായേൽ ഹമാസിനെതിരെ യുദ്ധം ചെയ്യുന്നവരാണ്. അതല്ല ഉണ്ടായത്. ഹമാസ് ഇപ്പോൾ സ്വന്തം ആളുകളെ കൊല്ലുകയാണ്. ഹമാസ് ഈ ഇസ്രായേൽക്കാരെ പോയി ഇല്ലേ, എത്ര പേരാണ് അവർ കൊന്നു കളഞ്ഞത്? എത്ര പേരാണ് ബന്ദികളായിട്ട് കൊണ്ടുപോയത്? എത്ര പേരാണ് ബന്ദികളായിരിക്കുന്ന സമയത്ത് കൊന്നു കളഞ്ഞത്? ബ്രൂട്ടലായിട്ട്, ക്രൂരമായിട്ട്. അതുതന്നെയാണ് ഈ അമലേക്കരും ചെയ്തത്. അമലേക്ക് പിന്നിൽ ആക്രമണം അഴിച്ചുവിട്ടു. പൊതുവെ കലഹപ്രിയരും യുദ്ധപ്രിയരുമായിരുന്നു അവർ. സംഖ്യ 24:20. ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കുന്നവരോട് നാടോടികളായി അവർക്ക് വെറുപ്പായിരുന്നു. 17-16 അത് പറയുന്നുണ്ട് പുറപ്പാട്. അപ്പം ഈ അമലേക്കര് ഇങ്ങനെ യുദ്ധം ചെയ്യാൻ വരികയാണ്. അപ്പം നമുക്കൊരു സ്വയരക്ഷ എന്ന് പറയില്ലേ, അതുപോലെ ജനങ്ങളുടെ ഒരു പൊതുരക്ഷ, സ്വയരക്ഷയും പൊതുരക്ഷയും ഇല്ലേ, സുരക്ഷ. അപ്പോൾ അത് ചെയ്യാൻ നിവൃത്തിയുണ്ടോ? പാകിസ്ഥാൻ നമ്മൾ ആക്രമിച്ചാൽ, ബംഗ്ലാദേശ് നമ്മൾ ആക്രമിച്ചാൽ നമ്മൾക്ക് ഇല്ലേ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് വലത്ത് ചകടത്ത് അടിച്ചാൽ മറ്റേ ചകടും കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണോ? അത് വ്യക്തിപരമായ ബന്ധങ്ങളിലല്ലേ. ദേശരാഷ്ട്രത്തിന് സുരക്ഷ ബാധിക്കുമ്പോൾ പ്രതിരോധിക്കണ്ടേ? സ്വയരക്ഷ വേണ്ടേ? യുദ്ധത്തിന് കത്തോലിക്ക സഭ ചില സമയത്ത് അനുകൂലം ആകുന്നതിന് കാരണം ഒരാളുടെ അസ്തിത്വം അനേകർക്ക് അപകടമാകുന്നെങ്കിൽ ലെസർ ഈവിള് അത് തിരഞ്ഞെടുക്കണമെന്നാണ്. 2 തിന്മകൾ, ഒരാളുടെ ജീവൻ, അനേകം പേരുടെ ജീവൻ. അനേകം പേര് ജീവൻ പോകുന്നതാണോ ഒരാൾ പോകുന്നതാണോ നല്ലത്? ഒരാൾ പോകുന്നതാണ്. അപ്പം അങ്ങനെ ചിലപ്പോൾ ചില സന്ദർഭങ്ങൾ വേണ്ടി വരും. അതാണ് ഇവിടെയും കാരണം. അതിന് ഈ മോശ യോശുവയെ സൈന്യത്തലവനായി തെരഞ്ഞെടുത്ത് വിടുകയാണ്. മോശയുടെ പിൻഗാമിയാണ് യോശുവ. ഹൊഷേയ എന്നായിരുന്നു ആദ്യ നാമം. അതിനർത്ഥം രക്ഷ എന്നാണ്. അത് മാറ്റി യോശുവ എന്നാക്കി. യഹോശുവയുടെ ചുരുക്കരൂപമാണ് യോശുവ. അതിനർത്ഥം യാഹ്വയാണ് രക്ഷ. സംഖ്യ 13-16, പ്രഭാഷണം 46:1. സെപ്തജിന്ത ഭാഷാന്തരത്തിൽ ഗ്രീക്ക് യേസുസ് എന്നാണ്. യേസുസ്, അതാണ് നമ്മൾ മലയാളത്തിൽ യേശു ആക്കിയത്. ആംഗലേയത്തിൽ ജോഷുവ. നാം മൗലിക ഹെബ്രായ രൂപമായ യേശുവ എന്നാണ് ബൈബിൾ ഉപയോഗിക്കുന്നത്. കാനാനെതിരെയുള്ള വിശുദ്ധ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ സൈന്യത്തെ നയിക്കാനുള്ള പരിശീലനം ലഭിക്കുകയാണ് ഈ അമലേക്കർക്കെതിരെയുള്ള ഈ അംഗത്തിലൂടെ. ഇനി കാനാനെതിരെ ഇല്ലേ വിശുദ്ധ യുദ്ധം നയിക്കേണ്ടി വരും ഇസ്രായേലിന്. അപ്പം അതിനൊരു പരിശീലനം കൂടിയായി ഈ പോരാട്ടം. മോശയുടെ ന്യായപ്രമാണം, നമ്മൾ തോറ പഞ്ചഗ്രന്ഥം ഒക്കെ പറയുന്നത്, ന്യായപ്രമാണം ആദ്യകാല പ്രവാചകന്മാർ ഇല്ലേ, ഫോർമർ പ്രോഫറ്റ്സ്, അവർ ഫോർമർ പ്രോഫറ്റ്സ് എന്ന് പറഞ്ഞാൽ ജോഷിയുടെ പുസ്തകം കഴിഞ്ഞിട്ട് വരുന്ന പുസ്തകങ്ങൾ, റൂത്ത് ഇല്ലേ, ഷെമുവേലിൻ്റെ 2 പുസ്തകങ്ങൾ, രാജാക്കന്മാർ, അതാണ് ഈ ആദ്യകാല പ്രവാചകന്മാരെന്ന് പറയണേ. അപ്പം അതിനിടയ്ക്കാണ് ഈ ജോഷുവയുടെ പുസ്തകം, യേശുവ. അങ്ങനെ മോശയുടെ ന്യായപ്രമാണവും ആദ്യകാല പ്രവാചകന്മാരും തമ്മിൽ പാലം ഇടുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു പുസ്തകമല്ല യേശുവയുടെ ഗ്രന്ഥവും. മറിച്ച് മോശയുടെ ന്യായപ്രമാണത്തിന് ചുറ്റും
ഇസ്രായേൽ ജനത്തെ ഒന്നിച്ചു നിർത്തി വാഗ്ദാനം ദേശം കൈയടക്കുന്നതിന് നേതൃത്വം വഹിച്ച രക്ഷകനാണ് യേശുവ. മനുഷ്യവംശത്തെ മൊത്തത്തിൽ രക്ഷിക്കാനും യഥാർത്ഥ വാഗ്ദാന ദേശമായി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും വന്ന ഏക മധ്യസ്ഥനും ഏക രക്ഷകനും ഇതേ പേരാണ് കിട്ടിയത്, യേശുവ, യേശു. സുറിയാനിയിൽ ഈശോ. യേശുവ താഴ്വാരത്തിൽ പോയി അമലേക്കുമായി യുദ്ധം ചെയ്യാണ്. അഹറോനും ഹൂറും മോശയോടൊപ്പം മലമുകളിലേക്ക് പോയി. അവർ പ്രാർത്ഥിക്കുകയാണ്. ഈ മോശയുടെ കൈകൾ ഇങ്ങനെ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഇസ്രായേൽ ജയിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിയുമ്പോൾ കൈകൾ കഴിക്കുമല്ലോ. ഇപ്പം നമുക്കൊരു കൊന്തയുടെ 2 രഹസ്യം അങ്ങനെ ഉയർത്തിപ്പിടിക്കാൻ പാടാണ്. ഒരു കരുണക്കൊന്ന മുഴുവൻ ഉയർത്തിപ്പിടിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ കുറേ നേരം ഉയർത്തിപ്പിടിക്കണമെങ്കിൽ ചിലർക്ക് ഒരു കൊന്ത മുഴുവൻ ഉയർത്തിപ്പിടിക്കുന്നവരുണ്ട്. ഞാൻ ചില ദിവസങ്ങളൊക്കെ അങ്ങനെ ചൊല്ലാറുണ്ട്, എല്ലാ ദിവസവും ഇല്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൈകൾ കഴിച്ചു. അപ്പോൾ മോശ കൈകൾ താഴോട്ട് ഇട്ടു. അപ്പോൾ അമലേക്കർക്കാണ് വിജയം. അപ്പോൾ മോശയ്ക്ക് കാര്യം മനസ്സിലായി. എന്താണ്? ദൈവത്തിങ്കിലേക്ക് കൈകൾ ഉയർത്തി നിന്നാലേ വിജയം വരിക്കാൻ പറ്റൂ. കാരണം വിജയം ദൈവത്തിൻ്റെയാണ്. വിജയം ദൈവത്തിൻ്റെയാണ്. നമ്മൾ പോരാടണം, പക്ഷെ വിജയം നൽകുന്നത് കർത്താവാണ്. അപ്പോൾ എന്താ ഒരു മാർഗം? അഹറോനും ഹൂറും ഒരു കല്ലെടുത്തിട്ട് കൊടുത്തു. മോശ അതിലിരുന്നു. അഹറോനും ഹൂറും അപ്പുറത്തും ഇപ്പുറത്തും ഈ കൈകൾ ഉയർത്തിപ്പിടിച്ചു മോശയുടെ. വേറെ ആൾക്കാർ ഉയർത്തിപ്പിടിച്ചാലും കൈകൾ ഉയർത്തിപ്പിടിച്ചാലും ഈ കഴപ്പ് ഉണ്ടാവില്ലേ? ആ കഴപ്പുണ്ടാവും. ഹൂർ എന്ന് പറയുന്നത് യഹൂദ ഗോത്രത്തിൽ നിന്നുള്ള ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയായ ബത്സലേലാണ് മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന ദൈവസാന്നിധ്യമായ സാക്ഷികൂടാരത്തിൻ്റെ പ്രധാന ശില്പിയായിരുന്നേ. അത് പുറപ്പാട് 31:1-11 പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി ബത്സലേൽ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹമാണ് ഈ സാക്ഷികൂടാരുണ്ടല്ലോ, ഈ ദ ടെന്റ് ഓഫ് ടെസ്റ്റിമണി, അതിൻ്റെ പ്രധാന ശില്പിയായിരുന്നു. യഹൂദ പാരമ്പര്യം അനുസരിച്ച് മിറിയാമിൻ്റെ ഭർത്താവാണ് ഹൂർ. മിറിയാം എന്ന് പറഞ്ഞ മോശയുടെ പെങ്ങൾ. അത് യഹൂദ പാരമ്പര്യമാണ്. ഇങ്ങനെ കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് ഹൂറും അഹ്റോനും. യുദ്ധം തീരുന്ന സമയം വരെ അഹ്റോനും ഹൂറും മോശയുടെ കൈകൾ ഉയർത്തിപ്പിടിക്കുക. മോശയുടെ ഉയർന്നു നിന്ന കൈകളിലൂടെയാണ് ദൈവത്തിൻ്റെ ശക്തി യോദ്ധാക്കളിലേക്ക് പ്രവഹിച്ചത്. അതിനാൽ ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രതീകമാണ് മോശ ഉയർത്തിപ്പിടിച്ചിരുന്ന കൈകളും ആ കയ്യിലുള്ള വടിയോ കൊടിയോ കയ്യിലെടുത്ത് മലയിൽ ഉയർത്തിപ്പിടിക്കുന്നത് എല്ലാവരും യുദ്ധരംഗത്തേക്ക് വരാനുള്ള ആഹ്വാനമാണ്, യുദ്ധം ചെയ്യാനുള്ള ആഹ്വാനമാണ്. യെശയ്യാ 5:26 കാണാം. ഇവിടെ ദൈവത്തിൻ്റെ വടിയാണ് മോശ ഉയർത്തിപ്പിടിക്കുന്നത്. അതായത് ദൈവത്തെയാണ് മോശ യുദ്ധരംഗത്തേക്ക് വരാൻ ക്ഷണിക്കുന്നത്. ദൈവത്തിൻ്റെ വടി ഉയർന്നു നിൽക്കുന്ന നേരം മുഴുവൻ ദൈവം യുദ്ധരംഗത്ത് സന്നിഹിതനാണെന്ന് ചുരുക്കം. ഞാൻ പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? ദൈവത്തിൻ്റെ വടിയാണ് മോശ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അതായത് ഈ യുദ്ധരംഗത്തേക്ക് ദൈവത്തെ ക്ഷണിക്കുകയാണ് മോശെ. ഇങ്ങനെ ദൈവത്തിൻ്റെ വടി മലമുകൾ ഉയർന്നു നിൽക്കുന്ന നേരം മുഴുവൻ ദൈവം യുദ്ധരംഗത്ത് സന്നിഹിതനാണ്. അതേസമയം പ്രാർത്ഥനയുടെ അടയാളമാണ്, ശരീരഭാഷയാണ് ഈ കൈകൾ ഉയർത്തിപ്പിടിക്കുന്നതും വടി പിടിക്കുന്നതും. ഉയർന്നു നിൽക്കുന്ന കൈകൾ. പ്രാർത്ഥന എന്നത് മനസ്സ് ദൈവത്തെങ്കിൽ ഉയർത്തുന്നത് മാത്രമല്ല, ശരീരം കൂടെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ശരീരം ദൈവത്തെങ്കിലേക്ക് ഉയർത്തപ്പെടണം. കൈകൾ ഉയർത്തിപ്പിടിക്കുന്നത് പ്രാർത്ഥനയാണ്. പുറപ്പാട് 9:33, 1 രാജാക്കന്മാർ 8:22, സങ്കീർത്തനം 44:20. ഇതുകൊണ്ടാണ് കുർബാനയ്ക്കിടയിൽ വൈദികൻ കൈകൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ വടി ഇല്ലേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് എൻ്റെ കൈകളിലേക്ക് ഇറങ്ങി വരാനാണ്, എൻ്റെ കൈകൾ വഴി കുർബാന പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ പറയുന്നത്. എന്തൊരു ദൈവശാസ്ത്രമാണത്! കുർബാനയുടെ ദൈവശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇവിടെ. മോശ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിച്ചപ്പോഴാണ് യാഹ്വേ ഇസ്രായേൽക്കാരെ ഈജിപ്തിലെ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിച്ചത്. അത് പുറപ്പാട് 14:16 പറയുന്നുണ്ട്. 14:16 21:2, 26 മോശ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിച്ചപ്പോൾ യാഹ്വേ ഇസ്രായേൽക്കാരെ ഈജിപ്തിലെ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, കൈകൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന കഴപ്പ് അത് പ്രാർത്ഥനയാണ്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് പ്രാർത്ഥനയാണ്. ശരീരം കൊണ്ടുള്ള ഇത്തരം പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ വരുമ്പോഴാണ് യോഗാസനം തുടങ്ങിയ രീതികളിലേക്ക് ചിലർക്ക് വഴുതി വീഴുന്നത്. പല ക്രൈസ്തവ ആത്മീയ ഗുരുക്കന്മാരും ധ്യാന സമയത്ത് സുഖപ്രദമായ ശരീരഭാഷ സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നു. കംഫർട്ടബിൾ പൊസിഷൻ. സുഖപ്രദമായ ശരീരഭാഷ ഉറങ്ങാനുള്ളതാണ്, പ്രാർത്ഥിക്കാനുള്ളതല്ല. ആത്മീയ ഗുരുക്കന്മാർക്ക് ചിലപ്പോൾ പ്രാർത്ഥന എന്തെന്ന് അറിയില്ല. ഫലവത്താകണമെങ്കിൽ പ്രാർത്ഥനയാകുന്ന കഷായത്തിൽ നമ്മുടെ വേദനയാകുന്ന മേമ്പൊടി ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട്
ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വചനം ഒന്ന് ധ്യാനങ്ങളിൽ പറയുന്ന കാര്യം ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ധ്യാനിപ്പിക്കാൻ പോയപ്പോഴും പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുക. വെൻ യു റേസ് യുവർ ഹാൻഡ്സ് ടു പ്രേ, ദ ഹാൻഡ്സ് ഷുഡ് ഗ്രോ വിയറി ആൻഡ് ഇൻ വിയറിനെസ് ഗോഡ് കംസ് ഡൗൺ ടു യു. നിങ്ങൾ പ്രാർത്ഥിക്കാനായി കൈകൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ കൈകൾ കഴച്ച് കുഴഞ്ഞ് വീഴണം. അതിൽ ദൈവം ഇറങ്ങി വരും. അതാണ് ദൈവത്തിൻ്റെ ശീലം. വെൻ യു നീൽ ഡൗൺ ടു പ്രേ, യുവർ നീസ് ഷുഡ് ബ്ലീഡ് ബ്ലഡ് ആൻഡ് ഇൻ ദാറ്റ് ബ്ലഡ് ഷെഡ് ഗോഡ് കംസ് ഡൗൺ ടു യു ബിക്കോസ് ദാറ്റ് ഈസ് ഹിസ് ഹാബിറ്റ്. നിങ്ങൾ പ്രാർത്ഥിക്കാനായി മുട്ടുകുത്തുമ്പോൾ ആ മുട്ടുകൾ പൊട്ടി ചോരയൊലിക്കണം. ആ രക്തച്ചൊരിച്ചിലിൽ കർത്താവ് നിങ്ങളിലേക്ക് ഇറങ്ങി വരും. കർത്താവിൻ്റെ ശീലം അതാണ്. നമ്മുടെ മുട്ടുകളിലൊക്കെ തഴമ്പില്ലേ? മുട്ടുകുത്താൻ പ്രാർത്ഥിച്ച തഴമ്പ് നമ്മുടെ മുട്ടിലൊക്കെ ഇല്ലേ? ക്രിസ്ത്യാനികൾ മുട്ടുകളിൽ തഴമ്പുണ്ടാകും, ഉണ്ടാകേണ്ടതാണ്. ജനം മുഴുവൻ രാത്രി ശാന്തമായി ഉറങ്ങുമ്പോൾ അവർക്ക് വേണ്ടി ഉണർന്നിരുന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് സന്യാസം ആരംഭിച്ചത്. ദൈവത്തിൻ്റെ വടിയുമായി മെത്രാന്മാരും വൈദികരും സന്യാസികളും കൈകൾ ഉയർത്തിപ്പിടിക്കുകയാണ്. ദൈവത്തിൻ്റെ സുരക്ഷ തങ്ങളുടെ ജനങ്ങൾക്ക്, അൽമായർക്ക് കിട്ടാൻ വേണ്ടി. അതിനാണ് സന്യാസം, അതിനാണ് വൈദിക വൃത്തി. ജനം മുഴുവൻ രാത്രി ശാന്തമായി ഉറങ്ങാൻ അവർക്ക് വേണ്ടി ഉണർന്നിരുന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് സന്യാസം, പൗരോഹിത്യം, മെത്രാൻ പട്ടം. ദൈവത്തിൻ്റെ വടിയുമായി മലമുകളിൽ ഉയർന്നു നിൽക്കാൻ, ദൈവത്തിൻ്റെ വടിയുമായി കൈകൾ ഉയർത്തിപ്പിടിക്കാൻ, അതിനാണ് മെത്രാൻ സ്ഥാനം. ഇത്തരമൊരു ശക്തി, ഇതൊക്കെ വെറും ആലങ്കാരികമാണ് എന്ന് വിചാരിക്കരുത്. ഇതൊക്കെ നമ്മുടെ അനുഭവമാണ്, നിങ്ങളുടെയും അനുഭവമാണ്. ഒരുപക്ഷെ പ്രാർത്ഥന തീവ്രതയിൽ മെത്രാന്മാരെക്കാൾ വൈദികരെക്കാൾ അൽമായർക്കാണ് അത് കൂടുക. കാരണം അപ്പനെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, പേരക്കിടാങ്ങളെക്കുറിച്ച്, പണത്തെക്കുറിച്ച് നൂറായിരം പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനയുടെ ഈ തീക്ഷ്ണതയെ, തീവ്രതയെ കുറച്ചുകൂടി തീക്ഷ്ണതയെ തീവ്രമാക്കും. അതെല്ലാം കർത്താവിന് മുമ്പിലേക്കുള്ള പ്രഷറായിട്ട്, സമ്മർദ്ദമായിട്ട് അത് ഉയരും. നമ്മുടെ കൈകൾ ഉയർത്തിപ്പിടിക്കുന്നത്, മുട്ടുകുത്തുന്നത്, അതെല്ലാം പ്രാർത്ഥനയായിട്ട് മാറും. അതിനാൽ മനസ്സ്, ഹൃദയം ദൈവത്തെങ്കിലേക്ക് ഉയർത്തുന്നത് മാത്രമാണ് പ്രാർത്ഥന എന്ന് കരുതരുത്. മറിച്ച് ശരീരം കൂടി ഉയർത്തുന്നതാണ്. അതിന് കൈകൾ ഉയർത്തണം, മുട്ടുകുത്തണം. ഉറക്കം വരുന്നെങ്കിൽ മുട്ടുകുത്തി കൈകൾ വിരിച്ച് പിടിച്ച് നിൽക്കണം. പള്ളിയകത്ത് ഉറങ്ങുന്ന ഒരു പരിപാടി ഉണ്ടാകാൻ പാടില്ല. പള്ളിയിൽ ഉറങ്ങാൻ പാടില്ല. അത് നിർത്തലാക്കണം. അതൊരു തെറ്റായ രീതിയാണ്. അതിനാൽ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള ഇല്ലേ, ഇത് ഈ കൈകൾ ഉയർത്തിപ്പിടിക്കുന്നതിന് ഞാൻ രണ്ടർത്ഥം പ്രധാനമായിട്ട് പറഞ്ഞു. പ്രാർത്ഥന മാത്രമല്ല, ദൈവത്തെ യുദ്ധരംഗത്തേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ ദൈവം വരാൻ ദൈവത്തിന് കൊടുക്കുന്ന ക്ഷണമാണിത്, ആഹ്വാനമാണിത്. അതും പ്രാർത്ഥനയും, അത് രണ്ടും ഒരേ സമയത്ത് പോകുമ്പോൾ എല്ലാ യുദ്ധങ്ങളിലും നമ്മൾ ജയിച്ചു കൊണ്ടിരിക്കും. ഒരു സംശയം വേണ്ട. നമുക്ക് ഉള്ളിലും നമുക്ക് ചുറ്റിലും നമുക്ക് പുറത്തും ശത്രുക്കളുണ്ട്. ഈ അമലേക്കരെ പോലെ ശത്രുക്കൾ, നമ്മളെ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നവർ, പതിയിരുന്ന് ആക്രമിക്കുന്നവർ, അവരെ ചേർത്ത് തോൽപ്പിക്കാൻ നമ്മുടെ കയ്യിലുള്ളത് ദൈവത്തിൻ്റെ വടിയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തോട് നമ്മുടെ പ്രാർത്ഥനയും. അതിൽ നമുക്ക് അഭയം തേടാം. കർത്താവ് നമ്മുടെ കൂടെ വരട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.